ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 25-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 228-ാമത്തെ നാമം മുതൽ 235-ാമത്തെ നാമം വരെയാണ് കാണാൻ പോകുന്നത്. ആവർത്തനോ നിവൃതാത്മാ സംവൃത സംപ്രമർദ്ദനക അഹഃ സംവർത്തകോ വഹ്നിരനിരോധരണീധരക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ആവർത്തന, നിവൃതാത്മാ, സംവൃത, സംപ്രമർദ്ദന, അഹഃ സംവർത്തക, വഹ്നി, അനില, ധരണീധര. ഇങ്ങനെ 8 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നാമധേയം ആവർത്തന. ആവർത്തന എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ കാലചക്രത്തിൻ്റെ ആ ഒരു ജനന മരണ രീതിയിൽ മരണമോ ജനനമോ ഇല്ലാത്ത ആ ഒരു ആവർത്തനമേ ഇല്ലാത്ത ഒരു ശക്തിയാണ്. അതായത് ഇവിടെ സംസാരത്തിൽ ഓരോ സൃഷ്ടികളും ആവർത്തനമായി ജനനവും മരണവും സംഭവിച്ച് അവസാനം ഭഗവാനിൽ ലയിക്കുമ്പോൾ ഭഗവാന് ആവർത്തനമേ നടക്കുന്നില്ല. കാരണം ഭഗവാനാണ് ആദ്യമായി ഈ പ്രപഞ്ചത്തിൽ സമകാലചക്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ ആവർത്തനം എന്ന നാമത്തിന് അർത്ഥമാകുന്നത് വീണ്ടും വീണ്ടും എന്ന്. എന്നാൽ ഭഗവാന് ആവർത്തന എന്ന് വിളിക്കുന്നതിന് കാരണം ഈ ഒരു വീണ്ടും വീണ്ടും നടക്കുന്ന പ്രക്രിയ നടക്കാത്തതിനാലാണ്. അത് തന്നെയാണ് നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നു, എൻ്റെ ഈ മനസ്സ് എപ്പോഴും ഒരു മായയാൽ അതിൽ ഒരു തരത്തിലും അതിനെ മാറ്റം സംഭവിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരു ചക്രത്തിന് അടിമയായി ഞാൻ ഒരിക്കലും തന്നെ മാറുന്നില്ല. അതിൻ്റെ പല നിലകളിലും ഞാൻ പോകുന്നില്ല. ഞാൻ അതിൽ നിന്നുമൊക്കെ വേറിട്ട് നിൽക്കുന്നു. അതിനാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ മാറ്റത്തിനും കാരണക്കാരനായിട്ടുള്ള ആ മഹാശക്തി തന്നെയാണ് ഞാൻ. ആ ഒരു ശക്തിക്ക് ഒരിക്കലും ഒരു കേടുപാടും സംഭവിക്കുന്നില്ല, എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. അതിനാലാണ് ഭഗവാന് ആവർത്തന എന്ന നാമധേയം. അടുത്ത നാമധേയം നിവൃതാത്മാ. ആത്മാ എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സിൻ്റെ പരമാത്മാവിനെ കുറിക്കുന്നു. അതുപോലെ നിർവൃത എന്നു പറഞ്ഞാൽ അതായത് പരിശുദ്ധമായ ആ ഒരു നിർവൃതി, അതായത് മനസ്സിന് പൂർണ്ണമായിട്ടുള്ള ഒരു സമാധാനത്തെയും ആ ഒരു സമ്പൽ സമൃദ്ധിയെയും കൊടുക്കുന്നതാരാണോ ആ ഒരു ശക്തിയെ നിവൃത്താത്മാ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ഏതൊരു സൃഷ്ടിക്കും ആ ഒരു പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ദുരന്തമായാലും സങ്കടമായാലും ആ ഒരു മാനസികമായ ഒരു വിഷമമായാലും അതിൽ നിന്നുമൊക്കെ മറികടക്കുവാനുള്ള ഒരു ശക്തി കൊടുക്കുകയും അതിൽ നിന്നും ആ ഒരു സൃഷ്ടിയെ വീണ്ടെടുത്ത് വീണ്ടും ആ ഒരു പഴയ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു ഭഗവാന് നിവൃത്താത്മാ എന്ന നാമധേയം. അതായത് ഏതൊരു സങ്കടത്തിൽ നിന്നും നിർവൃത്തി ആരാണോ കൊടുക്കുന്നത് അവർക്ക് നിവൃത്താത്മാ എന്ന നാമധേയം. അടുത്ത നാമധേയം സംവൃത. സംവൃത എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവാത്മാവിനും മനസ്സിൽ പല വികാരങ്ങൾ തോന്നുന്നു. അതായത് മറ്റു സൃഷ്ടികളിൽ തനിക്ക് ഇല്ലാത്ത ഒരു കഴിവ് കാണുമ്പോൾ ആ സൃഷ്ടിയിന്മേൽ ഒരു അസൂയ, അഹങ്കാരം, അതുപോലെ മാനസികമായിട്ടൊരു വിരോധം തോന്നുന്നു. അതുപോലെ അതിനാലുണ്ടാകുന്ന കോപം, അതിനാലുണ്ടാകുന്ന സങ്കടം, അതിനാലുണ്ടാകുന്ന മനസ്സിൻ്റെ ശാന്തിയെ കെടുത്തുന്ന ആ പല തരത്തിലുള്ള വികാരത്തെ, ആ ഒരു വിക്ഷേപം പല രീതിയിലാണ് ഉണ്ടാകുന്നത്. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് വെളിപ്പെടുത്തുന്നു. ചിലർ അതൊരു യുദ്ധമായി പുറത്തു വരുന്നു. അതായത് ആ ഒരു സൃഷ്ടിയുമായി സംബന്ധം തന്നെ ഇല്ലെങ്കിലും ആ ഒരു സൃഷ്ടിയെ കണ്ട് തൻ്റെ ആ ഒരു കഴിവിനെ
തിരിച്ചറിയാതെ മറ്റുള്ള കഴിവിനെ മാത്രം കണ്ട് ആ ഒരു കഴിവിനെ തനിക്ക് ഇല്ലല്ലോ എന്ന് വിഷമം വരുമ്പോഴുള്ള ആ ഒരു സങ്കടം, സത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആ ഒരു സങ്കടം, അതിൽ നിന്നും ഭഗവാൻ തൻ്റെ ആ ഒരു സൃഷ്ടിയിൽ ഏർപ്പെടുത്തിയ കഴിവിനെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. അതിനാലാണ് ഭഗവാൻ സംവൃത എന്ന നാമധേയം. അതായത് ഏതൊരു സൃഷ്ടിയും ഈ ഒരു കാല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നിലയിൽ പോകുക തന്നെ ചെയ്യും. അത് സ്വാഭാവികമായി പ്രകൃതിയിലെ ഒരു നിയമം തന്നെയാണ്. എന്നാൽ ആ ഒരു നിലയിൽ നിന്നും വിട്ടുമാറി തൻ്റെതായ ഒരു കഴിവ് തനിക്ക് മാത്രമായി തന്നെ ഇരിക്കും. അത് വേറൊരാൾ ആരും തന്നെ എടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം തനിക്ക് എപ്പോഴാണോ ഉണ്ടാവുന്നത്, തന്നിൽ തൻ്റെ കഴിവുകളിൽ തനിക്കുള്ള വിശ്വാസം എപ്പോഴാണോ ദൃഢമായിട്ടുള്ളത്, അപ്പോഴാണ് ആ ഒരു പരമാത്മാവിൻ്റെ മഹാത്മ്യം ആ സൃഷ്ടി തിരിച്ചറിയുന്നത്. അതിനുവേണ്ടി ഭഗവാൻ ആ സൃഷ്ടിയെ എപ്പോഴും സഹായിക്കുന്നു. അതിനാൽ ഭഗവാന് സംവൃത എന്ന നാമധേയം. അടുത്ത നാമധേയം സംപ്രമർദ്ദന. സംപ്രമർദ്ദന എന്ന് പറഞ്ഞാൽ ഏതൊരു അധർമ്മിയായ രാക്ഷസ ഗുണമുള്ള ഏതൊരു സൃഷ്ടിയാണോ, അതായത് മനസ്സിൽ രജോ ഗുണമോ തമോ ഗുണമോ അധികമായിട്ടുള്ള ഒരു സൃഷ്ടി പല തരത്തിലുള്ള ഒരു വികാരത്തെ കാണിക്കുന്നു. അത് മറ്റു സൃഷ്ടികൾക്ക് വളരെയധികം ദുഃഖത്തെ ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ സൃഷ്ടികളെ പല ദുരന്തങ്ങളിൽ അവർ വളരെ വഴിവിട്ടു പോകുന്നു. അപ്പോൾ അവർക്ക് വിനാശം സംഭവിക്കുന്നു. അപ്പോൾ മരണം, അങ്ങനെയുള്ള പല തരത്തിലുള്ള മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ അവർക്ക് സംഭവിക്കുന്നു. അപ്പോൾ അവർ മൃഗീയമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ അവർക്കും ഒരു ദുരന്തം ഉണ്ടാവും എന്ന യാഥാർത്ഥ്യത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നതിനാൽ ഭഗവാന് സംപ്രമർദ്ദന എന്ന നാമധേയം. മർദ്ദന എന്ന് പറഞ്ഞാൽ നശിപ്പിക്കൽ, സംപ്രമർദ്ദന എന്നാൽ ഒരു രാക്ഷസ ഗുണമുള്ള അധർമ്മികളായവർക്ക് എപ്പോഴും വിനാശത്തെ കൊടുക്കുന്ന ആ ഒരു സത്യത്തെ വെളിപ്പെടുത്തുന്നതിനാൽ ഭഗവാന് സംപ്രമർദ്ദന എന്ന നാമധേയം. അടുത്ത നാമധേയം അഹ സംവർത്തക. അഹ എന്ന് പറഞ്ഞാൽ ഒരു മുഴുവൻ ദിനത്തിൽ ചില നിമിഷങ്ങളിൽ മനസ്സിന് വളരെ ഏറെ ഒരു സന്തോഷം, അത്യധികമായ സന്തോഷം സംഭവിക്കും. ആ ഒരു സംഭവം പ്രവർത്തക എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തിൽ ചില നിമിഷങ്ങൾ മാത്രം സംഭവിക്കുന്ന അത്യധികമായ സന്തോഷത്തെ ഒരു ദിനം മുഴുവൻ അത് ഭഗവാൻ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ആ സൃഷ്ടി ആദ്യം ഭഗവാൻ എന്ന സത്യത്തെ തിരിച്ചറിയണം. അപ്പോൾ ഭഗവാൻ അവർക്കെന്നും പരമാനന്ദത്തെ കൊടുക്കുന്നു. അത് നമ്മുടെ സൂര്യൻ എങ്ങനെയാണോ ഒരു വെളിച്ചം അത് ഒരു നാൾ മുഴുവൻ കൊടുക്കുന്നത്, എങ്ങനെയാണോ ആ സൂര്യന്റെ വെളിച്ചം കാരണം പല മരങ്ങളും ചെടികളും കൊടികളും വളരുന്നത്, ആ ഒരു സൂര്യ ഭഗവാന്റെ വെളിച്ചത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും കാരണമായി പല തരത്തിലുള്ള ഒരു ശക്തി ലഭിക്കുന്നു. ലഭിക്കുന്ന ആ ശക്തി തീർച്ചയായും ഭഗവാൻ വിഷ്ണുവിൻ്റെ ശക്തി തന്നെയാണ്. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. അതായത് എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ സാക്ഷാൽ സൂര്യന്റെ വെളിച്ചത്തെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. അത് എങ്ങനെയാണോ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഈ പ്രപഞ്ചത്തിന് വെളിച്ചം കൊടുക്കുന്നു, അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാവർക്കും ഒരേപോലെ വെളിച്ചത്തെ കൊടുക്കുന്നു. വെളിച്ചം എന്നാൽ ജ്ഞാനം എന്നർത്ഥം. അതുപോലെ തന്നെ രാത്രി നേരങ്ങളിൽ ആ ഒരു ചന്ദ്രനെ പോലെ ഞാൻ എല്ലാവർക്കും ഒരു പരിമളമായ ഒരു ചൂടും കൊടുക്കുന്നു. അതുപോലെ തന്നെ അഗ്നി എങ്ങനെയാണോ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ആവശ്യം, അതും ഞാൻ തന്നെയാണ് എന്ന് അർജുനനോട് പറയുന്നു. അപ്പോൾ ഭഗവാൻ എവിടെയും നിലനിൽക്കുന്ന ഒരു ശക്തിയാണ്.
അതിനാലാണ് ഭഗവാന് അഹസംവർത്തക എന്ന നാമധേയം. ഈ ഒരു ശക്തി എപ്പോഴും 24 മണിക്കൂറും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു സൃഷ്ടിക്ക് 24 മണിക്കൂറും പരമാനന്ദത്തെ കൊടുക്കുവാൻ ഭഗവാൻ സന്നദ്ധനായി നിൽക്കുന്നതിനാൽ ഭഗവാന് അഹസംവർത്തക എന്ന നാമധേയം. അടുത്ത നാമധേയം വഹ്നി എന്നാണ്. വഹ്നി എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. അതായത് അഗ്നിയെ നമ്മൾ ഏറ്റവും അധികം പവിത്രമായ പരിശുദ്ധമായ ഒരു ശക്തിയായി നമ്മൾ കരുതുന്നു. അതിനാലാണ് അഗ്നിയെ നമ്മൾ യാഗത്തിന് ഉപയോഗിക്കുന്നു. അഗ്നിയെ നമ്മൾ ഏതൊരു വിശിഷ്ട കർമ്മത്തിനും ഉപയോഗിക്കുന്നു. ആ അഗ്നിയെ തന്നെയാണ് നമ്മൾ ഏറ്റവും പരിശുദ്ധമായി ചെയ്യുന്ന ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു അന്ന ആദ്യമായി കൊടുക്കുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളരെ വിശിഷ്ടമായ ഒരു വസ്തുവായി നമ്മൾ അഗ്നിയെ കാണുന്നു. ആ ഒരു അഗ്നിയെ സാക്ഷിയാക്കി നിർത്തി ചെയ്യുന്ന ഏതൊരു വേദ ഉപനിഷത്തായ കർമ്മങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു അഗ്നിയെ നമ്മൾ ഭഗവാനാണ് കരുതുന്നു. അതിനാലാണ് ഭഗവാന് വഹ്നി എന്ന നാമധേയം. അതുമാത്രമല്ല, കർമ്മഫലം കിട്ടുവാൻ ഏറ്റവും അധികമായി നമ്മൾ ആത്മാർത്ഥമായി അഗ്നിക്ക് നെയ്യൊഴിച്ച് നമ്മുടെ കാര്യങ്ങൾ ഭഗവാനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ കർത്താവായി ആരാണോ നിൽക്കുന്നത് അവരുടെ പ്രവൃത്തികൾക്ക് പൂർണ്ണമായും അനുഗ്രഹം ഭഗവാൻ നൽകുന്നു. അടുത്ത നാമധേയം അനില എന്നാണ്. അനില എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമുക്ക് അതിലെ 4 അർത്ഥങ്ങൾ നോക്കാം. ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് വായു എന്നാണ്. അതായത് ഒരു പ്രാണൻ ഒരു ജീവാത്മാവിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് അവരുടെ വായുവിൽ നിന്നാണ്. അതിനാലാണ് ഭഗവാന് അനില എന്ന നാമധേയം. അതുപോലെ തന്നെ ആദി രഹിത എന്ന രണ്ടാമത്തെ അർത്ഥം. അതായത് ആദി എന്നാൽ ഏറ്റവും പ്രാഥമികമായ ആ ഒരു സമയം, രഹിത എന്നാൽ കുറഞ്ഞത് എന്ന അർത്ഥം. അതായത് എപ്പോഴാണോ സമയം കാലം ഉണ്ടാകുന്നത് ആ ഒരു കാര്യത്തിൻ്റെ മുൻപ് തന്നെ ഭഗവാൻ ഈ ഒരു ശക്തിയെ പ്രപഞ്ചത്തിൽ നിലനിർത്തി കഴിഞ്ഞു. അതിനാൽ ഭഗവാന് അനില എന്ന നാമധേയം. അടുത്ത അർത്ഥം എന്ന് പറയുന്നത് ഏതൊരു ആഹാരത്തെയും പൂർണ്ണമായി അത് ദഹിക്കണമെങ്കിൽ അതിന് നമുക്ക് ആവശ്യമായ അട്ട, അതായത് ആഹാരത്തിന് അട്ട എന്ന നാമധേയം. അട്ടയെ നമ്മൾക്ക് പൂർണ്ണമായും ദഹിക്കുവാൻ നമുക്ക് വേണ്ടിയിരിക്കുന്ന വായുവിനെ നമ്മൾ അനില എന്ന് പറയുന്നു. അതായത് മനുഷ്യന് പൂർണ്ണ സംതൃപ്തി നൽകണമെങ്കിൽ അവർക്ക് കൈക്ക് വേണ്ടിയുള്ള ശക്തി, ഒരു പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയുള്ള ശക്തി അവരുടെ ആഹാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ദഹിക്കണമെങ്കിൽ അതിനും നമുക്ക് വായു തന്നെ ആവശ്യമാണ്. അതിനാൽ ഭഗവാന്റെ 3ാമത്തെ അർത്ഥം അനില. അടുത്ത 4ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഭഗവാൻ ഒരു സംരക്ഷണം പോലെ, ഒരു കുടിലെന്ന പോലെ ഏതൊരു സൃഷ്ടിയെയും ഒരു വീടായി കരുതുന്നു. അതായത് ഭഗവാന്റെ വീട്ടിൽ എന്നും ഏതൊരു സൃഷ്ടിക്കും അവിടെ സ്ഥലമുണ്ട്. അതായത് ഭഗവാനെ നോക്കിയാണ് ആരെങ്കിലും നിലനിർത്തുന്നു എന്ന് ഉണ്ടെങ്കിൽ ഭഗവാൻ എന്നും അവർക്ക് സംരക്ഷകനായി തന്നെ ഇരിക്കും. അങ്ങനെ സൃഷ്ടിയെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയായതിനാൽ ഭഗവാന് അനില എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് ധരണീധര. ധരണി എന്നാൽ ഭൂമി എന്നർത്ഥം, ധര എന്നാൽ സംരക്ഷിക്കുന്ന ആൾ എന്നർത്ഥം. അപ്പോൾ ധരണീധര എന്നാൽ ഏതൊരു ശക്തിയാണോ ഭൂമിയെ പൂർണ്ണമായി സംരക്ഷിക്കുന്നത് അവരെ ധരണീധര എന്ന് പറയുന്നു. അതായത് ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തപ്പോഴും ആ ഹിരണ്യാക്ഷൻ ഭൂമിയെ ജലത്തിൽ മുക്കി ഇരുന്നപ്പോഴും ഭഗവാൻ വരാഹ അവതാരമായി വന്ന് ആ ഭൂമിയെ ആ ഒരു ജലത്തിൻ്റെ അടിയിൽ
നിന്ന് സംരക്ഷിച്ചു കൊണ്ട് എടുത്ത് പൊങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ ഏതൊരു സമയത്തും ഒരു അധർമ്മികൾ മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ അവർക്ക് വേണ്ടി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവതാരം എടുത്ത് അവരെ കൈക്കുമ്പിളിൽ ഇങ്ങനെ കാത്തു സംരക്ഷിക്കുന്നതിനാൽ ഭഗവാനെ ധരണീധര എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ആവർത്തന, നിവൃതാത്മാ, സംവൃത, സംപ്രമർദ്ദന, അഹസംവർത്തക, വഹ്നി, അനില, ധരണീധര എന്നിങ്ങനെ 8 നാമധേയങ്ങളാണ് കണ്ടത്. ആവർത്തനോ നിവൃതാത്മാ സംവൃത സംപ്രമർദ്ദനക അഹസംവർത്തകോ വഹ്നിരനിനോ ധരണീധരക. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.